തേയിലയില്ലാത്ത ചായ പുതിയ കോൺസെപ്റ്റാണല്ലേ? പുതിയതൊന്നുമല്ല. ചായ കുടിക്കാൻ പാടില്ല എന്നിപ്പോൾ എല്ലാവരും പറയുമ്പോൾ ചായക്ക് അഡിക്ഷനുള്ളവരെന്താ ചെയ്യുക? അപ്പോൾ വെറൈറ്റി ചായകളെത്തി. തേയിലയുടെ അളവ് കുറച്ചിട്ട് പല പല പേരുകളിൽ പല പല രുചികളിൽ ലെമൺ ടീ, ജിഞ്ചർ ടീ, ഹെർബൽ ടീ, ഫ്ലവർ ടീ, അതുപോലൊരു കോൺസെപ്റ്റ് ഫ്രൂട്ട് ടീ. യൂട്യൂബിലൊരു വീഡിയോയിൽ കണ്ടതാണ്. അല്ല, എൻ്റേതായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തി എൻ്റെ ടേസ്റ്റ് ബഡിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ടീ. ആപ്പിൾ വെച്ചിട്ടുണ്ട് ഇതുണ്ടാക്കുന്നത്. ആപ്പിളാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് തോന്നുന്നു. 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അതിലേക്ക് 2 ഗ്രാമ്പു മുഴുവനായിട്ട് തന്നെ ഇടുക, പൊടിക്കുകയൊന്നും വേണ്ട. ഒരു 1/4 ടീസ്പൂണോളം കറുവപ്പട്ടയുടെ പൊടി നന്നായിട്ട് പൊടിച്ചിടാം. മുഴുവൻ കറുവപ്പട്ടയാണെങ്കിൽ പൊടിച്ച് തന്നെ ഇടണം. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു 1/4 ഭാഗം ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു ആപ്പിളിൻ്റെ 1/4 ഭാഗം അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇടികളിലിട്ട് ഒന്ന് ചതയ്ക്കുക. മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട, നമുക്കൊന്ന് ചതഞ്ഞാൽ മതി. അതിനുശേഷം ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ഇടാം. വീണ്ടും ഇത് തിള വരും. തിള വന്നതിന് ശേഷം സ്പൂണിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ 2 ഗ്ലാസ് വെള്ളം 1.5 ഗ്ലാസ് വെള്ളമായിട്ട് ചുരുങ്ങണം. ഗ്രാമ്പൂവിൻ്റെയും കറുവപ്പട്ടയുടെയും ഈ ആപ്പിളിൻ്റെയും എല്ലാത്തിൻ്റെയും സ്വീറ്റ്നെസ് ഈ വെള്ളത്തിൽ ഇറങ്ങണം. നിങ്ങൾക്ക് മധുരത്തിന് വേണമെങ്കിൽ കരിപ്പട്ടിയോ പനങ്കൽക്കണ്ടോ ഇടാം. ശർക്കരയും പഞ്ചസാരയൊന്നും ഇതിന് സൂട്ടാവില്ല, വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ആപ്പിളിന് നല്ല മധുരമുണ്ട്, നല്ല പഴുത്ത ആപ്പിളാണ്. അതുകൊണ്ട് തന്നെ വേറെ മധുരമൊന്നും ഇട്ടിട്ടില്ല. ആപ്പിളിൻ്റെ രുചി തന്നെ. എനിക്ക് ഈ ചായ നല്ല ഇഷ്ടപ്പെട്ടു. വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ ചായ ട്രൈ ചെയ്യും.